രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ അന്വേഷിക്കാൻ കമ്മീഷൻ വന്നേക്കും. കമ്മീഷനെ നിയമിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കമ്മീഷനെ തീരുമാനിക്കും. വിവരങ്ങളുമായി PR പ്രവീണയുണ്ട്. പ്രവീണ, നേതൃത്വം ഗതികെട്ടിരിക്കുകയാണ് ഈ പരാതി പ്രവാഹത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴിതാ കമ്മീഷനെ തീരുമാനിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് വരുന്നത്. വിവരങ്ങൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതികൾ പാർട്ടി തന്നെ അന്വേഷിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനോടാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരാതിയിൽ കഴമ്പുണ്ടോ, അതായത് കൂടുതൽ പരാതികൾ വന്ന സ്ഥിതിക്ക് അതിൽ കഴമ്പുണ്ടോ, എങ്ങനെയാകണം തുടർ നടപടികൾ എന്നുള്ള കാര്യങ്ങളിൽ കൂടി അന്വേഷണ റിപ്പോർട്ട് കിട്ടേണ്ടതുണ്ട്. അതായത് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എല്ലാം ക്ലിയർ ആക്കുകയാണ്. പാർട്ടി നടപടി എത്തുന്നതിന് വ്യക്തമായ മറുപടി നൽകേണ്ടതുണ്ട്. അത് പൊതുമധ്യത്തിൽ പാർട്ടിക്ക് അവതരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കമ്മീഷൻ നിയമിക്കണമെന്നുള്ള ആവശ്യം മുതിർന്ന നേതാക്കൾ തന്നെ ഉന്നയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വം കമ്മീഷനെ നിയമിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംബന്ധിച്ച റിപ്പോർട്ട് വരും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. പ്രവീണ, അഖിലേന്ത്യാ തലത്തിലായിരിക്കുമോ ഈ കമ്മീഷനിലെ അംഗങ്ങൾ? ആ തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ നടപടിയും എടുത്തു കഴിഞ്ഞു ചെറിയ തരത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. യൂത്ത് കോൺഗ്രസിന് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ട്. സ്വാഭാവികമായി പരാതികൾ ഉയർന്നാൽ അന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷൻ ഉണ്ടാകും. സാധാരണഗതിയിൽ മലയാളികളായ മുതിർന്ന നേതാക്കളടക്കമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായി അത്തരം ചാർജ് നൽകിയിരിക്കുന്ന നേതാക്കളെ തന്നെയായിരിക്കും ഇതിനും നിയോഗിക്കുക. ഇതിലൊരു പക്ഷേ അഖിലേന്ത്യാ പ്രതിനിധി എന്നുള്ള തരത്തിൽ അവിടെ നിന്നുള്ള ആളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിൽ കൂടുതലും മലയാളികളാകാനാണ് കൂടുതൽ സാധ്യത. കാരണം ഇക്കാര്യത്തിൽ അടക്കമുള്ള വിശദാംശങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ടാക്കി കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയാകും കമ്മീഷനായി നിയോഗിക്കുക. PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്.